കോതമംഗലം കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് 14ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി വികസന സെമിനാർ സംഘടിപ്പിച്ചു. ചൊവ്വാഴ്ച പുന്നേക്കാട് ശ്രീഭദ്ര അന്നദാന മണ്ഡപത്തിൽ വച്ചായിരുന്നു ചടങ്ങുകൾ. ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ദാനി ഉദ്ഘാടനം നിർവഹിച്ചു. കോതമംഗലത്ത് കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് 14ാം പഞ്ചവത്സര പദ്ധതി 2025-26 ഭാഗമായി വികസന സെമിനാർ സംഘടിപ്പിച്ചു. ചൊവ്വാഴ്ച രാവിലെ പുന്നേക്കാട് ശ്രീഭദ്ര അന്നദാന മണ്ഡപത്തിൽ വച്ചായിരുന്നു. വികസന സെമിനാറിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി MP അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം കെ ദാനി ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് ഇവിടെ നമ്മൾ 14ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി 25-26 വർഷത്തെ വികസന സെമിനാറാണ് നടത്തുന്നത്. കീരമ്പാറ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ 4 വർഷമായിട്ട് ഈ പഞ്ചായത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും, പ്രത്യേകിച്ച് കാർഷിക രംഗം, ആരോഗ്യരംഗം, വിദ്യാഭ്യാസ രംഗം, എല്ലാ രംഗങ്ങളിലും അതിൻ്റേതായ ഒരു മാറ്റം വരുത്തുവാനായിട്ട് ഈ ഭരണസമിതിക്ക് പ്രസിഡന്റ് 3ാമത്തതാണെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം സമയാസമയങ്ങളിലും ബാക്കിയുള്ള നമ്മുടെ സമീപ പഞ്ചായത്തുകളെയൊക്കെ അപേക്ഷിച്ച് നമ്മുടെ പഞ്ചായത്തിന് അതുപോലെയുള്ള വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു കാർഷിക രംഗത്ത് നമ്മുടെ പഞ്ചായത്ത് ഒരു വൻ കുതിപ്പാണ് ഈ കഴിഞ്ഞ കാലഘട്ടത്തിലുണ്ടായിട്ടുള്ളത്. മിക്ക കൃഷി വകുപ്പിൻ്റെ കീഴിലുള്ള ഏത് പദ്ധതി വന്നിട്ടുണ്ടെങ്കിലും നമ്മളതിൻ്റെ രേഖകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ കീരമ്പാറ പഞ്ചായത്തിലെ ഒരു കക്ഷിയായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ പ്രയോജനപ്പെടുത്തിയിട്ടുള്ള ഇത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജോ ആമുഖ പ്രഭാഷണം നടത്തി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനി ബിജു 2025-26 പദ്ധതി അവതരണം നടത്തി. പഞ്ചായത്ത് വിഹിതവും കേന്ദ്ര ഫണ്ടും സംസ്ഥാന ഫണ്ടും തനത് ഫണ്ടും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 8,18,500,000 രൂപയുടെ കരട് പദ്ധതിയുടെ നിർദ്ദേശം വികസന സെമിനാറിൽ അവതരിപ്പിച്ചു. സാമൂഹിക സാംസ്കാരിക നേതാക്കൾ, വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ, ഗ്രാമസഭാ പ്രതിനിധികൾ, നാട്ടുകാർ, ആസൂത്രണ സമിതി അംഗങ്ങൾ, ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം, ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേക്കര, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിജോ ആന്റണി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു സാബു, മെമ്പർമാരായ ബേസിൽ ബേബി, മാമച്ചൻ ജോസഫ്, ഷാൻഡി ജോസ്, VC ചാക്കോ, ആശ ജയപ്രകാശ്, ലിസി ജോസഫ്, VK വർഗീസ്, അൽഫോൺസ സാജു തുടങ്ങി ഒട്ടേറെ പേർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം വൈകിട്ട് 6 മണി വരെ ആക്കുവാനുള്ള തീരുമാനം പൊതുജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. ഘടക സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുവാനുള്ള പദ്ധതികളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയും ഹരിതകർമ്മ സേന പ്രവർത്തനവും ജനോപകാരപ്രദമായ പദ്ധതികളാണ്. പദ്ധതികൾ കാര്യക്ഷമമായും സമയബന്ധിതമായും നടപ്പിലാക്കുന്നതിന് ഇതിൻ്റെ പ്രയോജനം നമ്മുടെ ഗ്രാമത്തിനും ജനവിഭാഗങ്ങൾക്കും ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഈ ഉദ്യമത്തിൽ എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. മീഡിയ 60 കോതമംഗലം.